അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്ന വാഹനത്തിലിരുന്ന് കടന്നുപോയ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു, ഏതാ ഈ സ്ഥലം? ജീപ്പിൻ്റെ പിന്നിലിരുന്ന പോലീസുകാരനാണ് മറുപടി പറഞ്ഞത്, സാർ ഈ സ്ഥലത്തിൻ്റെ പേര് ശൂരനാട് തെക്ക്. നമ്മൾ എത്താറായില്ലേ? എത്താറായി സാർ, 2-3 മിനിറ്റിനകത്ത് എത്തും നമ്മുടെ സ്ഥലത്ത്. പടിപ്പുരയും ചുറ്റുമതിലുള്ള ഒരു വീടിൻ്റെ മുന്നിൽ ജീപ്പ് നിന്നു. ജീപ്പിൽ നിന്നിറങ്ങി അകത്തേക്ക് നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്ന് സല്യൂട്ട് ചെയ്തു. FIRൻ്റെ കോപ്പി. നിങ്ങളുടെ SI എവിടെ പോയിരിക്കുന്നു? SI ഇന്ന് കോടതി പോയതാണ് സാർ. നാളെ വരുമോ? വരും സാർ. FIRൻ്റെ കോപ്പി വായിച്ചു. വാസുദേവൻ പിള്ള എന്നൊരാളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വടക്കഞ്ചേരി വീട്ടിൽ നിന്നും 4 ദിവസമായി എൻ്റെ മകൻ്റെ ഭാര്യ രമ്യ എന്ന സ്ത്രീയെ കാണാതായിരിക്കുന്നു. ബന്ധുവീട്ടിലൊക്കെ പോയിരിക്കുമെന്ന് കരുതിയാണ് അറിയിക്കാൻ താമസിച്ചത്. അവിടെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമാണ് പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയത്. രമ്യയ്ക്ക് 25 വയസ്സ് പ്രായമുണ്ട്, വെളുത്ത നിറമാണ്, സാരിയും ബ്ലൗസുമാണ് സാറിന് ധരിക്കാറുള്ളത്. ഇത്രയാണ് അടയാളങ്ങൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇത്രയാണ്. അത് കഴിഞ്ഞൊരു ഫോട്ടോ, ഒരു കവറിലിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചു. ശരി, FIR വായിച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് തൊഴുകയുമായിട്ട് വാസുദേവൻ പിള്ള വന്ന് നിൽക്കുന്നത്. എന്താ പോകാൻ വല്ല പ്രത്യേകിച്ച് കാരണമുള്ള വല്ലതുണ്ടോ വാസുദേവൻ പിള്ള? ഇല്ല സാർ, ഒരു കാരണവുമില്ല. ഞങ്ങളോടെല്ലാം സ്നേഹമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു കാരണമില്ല. ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടിയെ കാണാതെ ആവണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും മന്ത്രശക്തി ഉണ്ടാവണം, മാഞ്ഞു പോകാൻ തക്കവണ്ണം. സാർ, അങ്ങനെ പ്രത്യേക പിണക്കോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല, അതാണ് പറഞ്ഞത്. ശരി, FIRൻ്റെ കോപ്പിയുമായിട്ട് വീടിൻ്റെ പിന്നിലേക്ക് നടന്ന് ചുറ്റും ഒന്ന് പരിശോധിച്ചു. ഒരു 50 സെൻറ്റ് സ്ഥലം, 1/2 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ പ്രത്യേകം കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ആകർഷണീയമായി ഓരോരോ പ്രത്യേകം പകുത്ത് ഓരോ ഇനത്തിനും പ്രത്യേകം സ്ഥലം മാർക്ക് ചെയ്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കിഷോർ അടുത്ത് വന്ന് പറഞ്ഞു, സാർ എൻ്റെ പേര് കിഷോർ എന്നാണ്, എനിക്കൊരു സംശയമുണ്ട് സാർ. പറഞ്ഞോളൂ. ഇവിടെ ചക്കുവള്ളി ജംഗ്ഷനിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു സുരൻ എന്ന് പറഞ്ഞ ഒരാളൊരു ഫാൻസി സ്റ്റോർ തുടങ്ങി. ഇവിടുത്തെ രമ്യ എന്ന സ്ത്രീ അവിടുത്തെ നിത്യ സന്ദർശകയായിരുന്നു. അയാളുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. ഇനി അയാൾ ഈ രമ്യയെ അയാളിപ്പോൾ 4 മാസത്തിന് മുമ്പ് ഭരണിക്കാവിലൊരു വലിയ വസ്ത്ര വ്യാപാരം തുടങ്ങി. അതിനൊക്കെയുള്ള സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലുള്ളതല്ല അയാൾ. അപ്പോൾ എൻ്റെ ഒരു സംശയം, രമ്യയെ കബളിപ്പിച്ച് പണം വല്ല തട്ടിയെടുത്തിട്ടുണ്ടോ, ആ വിഷമത്തിലാണോ രമ്യ സ്ഥലം വിട്ട് പോയതെന്ന് ഒരു സംശയം. ശരി, അത് ഞാൻ പരിശോധിക്കാം, നോക്കാം. നേരെ രമ്യയുടെ മുറി ഒന്ന് പരിശോധിച്ചു. മുറി പരിശോധിക്കുമ്പോൾ നേരത്തെ കട്ടിലിൻ്റെ അടിയിൽ ഒരു ഉരുള പഞ്ഞ് കിടക്കുന്നു. അതെന്താണെന്ന് പറഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ, മണപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് രൂക്ഷഗന്ധം. മണപ്പിച്ചില്ല. ഒരു കവറിനകത്ത്, പ്ലാസ്റ്റിക് കവറെടുത്ത് അതിനകത്തിട്ട് വെച്ചു. അലമാര പരിശോധിക്കുമ്പോൾ ഒരു ബാഗ് എടുത്തു. ബാഗിനകത്ത് നിറയെ മരുന്നുകൾ. ഇതെന്തിന് ഇത്രയും ഗുളികകൾ? അപ്പോൾ രമ്യയ്ക്ക് എന്തോ വലിയ മാരകമായ രോഗമുണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ വിഷമത്തിലാണോ ഇനി സ്ഥലം വിട്ട് പോയത്? ബാഗിൻ്റെ അടുത്ത അറയിൽ നോക്കിയപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇരിക്കുന്നു, ഫൈബ്രോയിഡ്. ഒരു പടവും വരച്ചിട്ടുണ്ട്, ഗർഭപാത്രത്തിനുള്ളിൽ ഒരു മുഴ. ആ മുഴ മാറ്റാനുള്ള ഗുളികകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ബാഗിനകത്ത് തന്നെ മരുന്നുകളെല്ലാം ഇട്ട് വെച്ചു, പ്രിസ്ക്രിപ്ഷനുമായിട്ട് വെച്ചു. അലമാരയിൽ തന്നെ ഇരുന്ന ബാങ്കിലെ പാസ്ബുക്ക് എടുത്ത് പരിശോധിച്ചു. നോക്കുമ്പോൾ 2000-3000 ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിഡ്രാ ചെയ്യാറുണ്ട്. അത് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ അതെല്ലാം തിരിച്ചടച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു 5 ലക്ഷം രൂപ വിഡ്രാ ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചടച്ചിട്ടില്ല. അതിനുശേഷം ഒരു 10,000 രൂപ റെമിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നു. അതുപോലെ പ്രത്യേകം സൂക്ഷിച്ചു. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് പ്രത്യേകം സൂക്ഷിച്ചു. പുറത്തേക്കിറങ്ങി ആളുകൾ കൂടി ഇന്ന് ഓരോരുത്തർക്ക് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്കെല്ലാം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഈ രമ്യയ്ക്ക് ആ അവിടുത്തെ കട നടത്തിയിരുന്ന ആ ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു.
അപ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും പൈസ ഇടപാടിൽ വഴക്കുണ്ടായോ എന്നുള്ളതാണ് അവരുടെയും സംശയം. ശരി, എന്തായാലും ആ വേഗം ഭരണിക്കാവിലെത്തി. ഒരു പുതിയൊരു തുണിക്കട, ഒരു വസ്ത്ര വ്യാപാരശാല, നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി ചെന്ന് കൗണ്ടറിൽ നിന്ന് ആളോട് ചോദിച്ചു, പേരെന്താ? സാർ, എൻ്റെ പേര് സുകുമാരൻ, ആളുകൾ സുഗു എന്ന് പറയും, വിളിക്കും. രമ്യയെ പരിചയമുണ്ടോ? ഉണ്ട് സാർ. എത്ര നാളായി? ഞാൻ ചക്കുവള്ളിയിൽ ഒരു ഫാൻസി സ്റ്റോർ തുടങ്ങിയപ്പോൾ അന്ന് മുതലേ പരിചയമാണ് സാർ. എൻ്റെ സ്ഥാപനത്തിൽ മിക്കവാറും വരും, ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നോട് പറയും, ഞാൻ അത് വാങ്ങിക്കൊടുക്കും. അങ്ങനെ അത്ര അടുപ്പമായിരുന്നു. നിങ്ങൾ തമ്മിൽ പണമിടപാടുകൾ നടത്താറുണ്ട്? ഉണ്ട് സാർ. ഞാൻ ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കോയമ്പത്തൂരൊക്കെ പോകാൻ നേരത്തെ 2000-3000 ഒക്കെ കടം വാങ്ങിയിട്ട് പോകും. അതുപോലെ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പം അവസാനമായിട്ട് ഞാൻ വാങ്ങിയത് ഒരു 5 ലക്ഷം രൂപ. അതായത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ ഒരു പരിചയക്കാരനാണ്. അപ്പോൾ അയാളത് നിർത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് എടുത്ത് നടത്തണമെങ്കിൽ ഒരു കണക്കൂട്ടി നോക്കിയപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതെടുത്ത് നടത്താം എന്ന് കരുതി. എന്തായാലും ഞാൻ വിവരം രമ്യയെടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കിടക്കുകയാണ്, അത് നടത്താനായിട്ട് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പറ്റും. രമ്യ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വന്ന് ചേട്ടനോട് വിളിച്ച് ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊണ്ട് തന്നു. എനിക്കത് അതിശയമായി. ഞാൻ എന്തായാലും അത് ഉടനെ തന്നെ എൻ്റെ ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു. ഒപ്പം ഒരു മുദ്രപത്രത്തിൽ ആ എമൗണ്ട് വാങ്ങിച്ചതായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കട തുടങ്ങിയതിന് ശേഷം ഒരു 10,000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ലാഭം കിട്ടിയ വകയിലാണ്. അങ്ങനെ പൈസ ഇടപാട് നടത്തിയിട്ടുള്ള, അല്ലാതെ അവിടെ കബളിപ്പിക്കാനോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല സാർ. നിങ്ങൾ തമ്മിൽ അല്ലാത്ത മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളുണ്ടോ? സാർ, ഒരു പേർഷ്യക്കാരൻ്റെ ഭാര്യ, ഞാനൊരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആൾക്ക് അങ്ങനെ സംശയം തോന്നാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു സഹോദരനെ പോലെയാണ് എന്നെ സ്നേഹിച്ചത്, ഞാൻ തിരിച്ചു. ശരി, അവിടെ തിരോധനത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ? ഇല്ല സാർ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ആദ്യം അവളെ കണ്ടെത്തട്ടെ, പിന്നെ വിളിച്ചോളാം. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും വാസുദേവൻപിള്ളയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കുമ്പോഴാണ് നല്ല കൃഷി സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്തു. നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു വാഴ, പ്രത്യേകിച്ച് ഒരു നിപ്പുണ്ട്. വാഴ എല്ലാത്തിനും പ്രത്യേക സ്ഥലമുണ്ട്, പക്ഷേ വാഴയ്ക്ക് അവിടെ വരാനുള്ള സാധ്യതയില്ല. വാസുദേവൻപിള്ളയോട് ചോദിച്ചു, ഇതെന്താ ഈ കൃഷിയൊക്കെ ആരാ നോക്കി നടത്തുന്നത്? ഞാനാ ചെയ്യുന്നത് സാർ, സഹായിക്കാൻ ചെല്ലപ്പനെന്നൊരാളും കൂടെ ഉണ്ട്. ഈ വാഴ എത്ര പ്രായം വരും? സാർ, അതിനൊരു 6 മാസം പ്രായം കാണും. അതിൻ്റെ മണ്ണൊക്കെ ഇളകി കിടക്കുന്നല്ലോ, അത് വളമിടാൻ വേണ്ടി ചെല്ലപ്പൻ കിളച്ചിട്ടതായിരിക്കും സാർ. ചെല്ലപ്പൻ വളം വാങ്ങാൻ പോയിട്ടുണ്ട്. സംസാരിച്ച് നിൽക്കുമ്പോൾ ചെല്ലപ്പൻ ഒരു ചാക്കുമായിട്ട് വരുന്നു, വളവുമായിട്ട് വരും. അവനെ മാറ്റി നിർത്തി ചോദിച്ചു, ആ വാഴ അവിടെ നട്ടതാരാ? അത് ഞാനാണ് സാർ. എത്ര നാളായി? ഒരു 5 ദിവസമായി. ഓ, ആര് പറഞ്ഞിട്ടാണ് അവിടെ നട്ടത്? അത് മാമ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ പറഞ്ഞു, ഒരു വലിയ കുഴി എടുക്കണമെന്ന് പറഞ്ഞു, ഒരു വളമൊക്കെ അവിടെ ചവറൊക്കെ ഇട്ട് അവിടെ വളക്കുഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ വന്നപ്പം മാമൻ തന്നെ ചവറൊക്കെ ഇട്ട് കുഴി മൂടിയിരുന്നു. ഈ ഒരു വാഴ കാണിച്ചിട്ട് പറഞ്ഞു, ആ വാഴ കണ്ടിട്ട് അവിടെ കൊണ്ട് നടാൻ പറഞ്ഞു, വളക്കുഴി ആയിട്ട് ചിലപ്പോൾ നല്ല കൊല കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവിടെ ആ കൊല കൊണ്ട് നട്ടത്. ഞാൻ ചെല്ലപ്പനുമായിട്ട് സംസാരിക്കുന്ന വാസുദേവനുള്ള അകലെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ അരികിൽ വിളിച്ചു, നിങ്ങളല്ലേ പറഞ്ഞു ആ വാഴയ്ക്ക് 5 മാസം പ്രായമുണ്ടെന്ന്? അതെ സാർ. ഈ ചെല്ലപ്പൻ പറയുന്നു 5 ദിവസമേ ആയുള്ളത് അവിടെ നട്ടിട്ടു. അതെ സാർ, അവിടെ നട്ടിട്ട് 5 ദിവസമേ ആയുള്ളൂ. പക്ഷെ ആ വാഴയ്ക്ക് എന്ത് പ്രായമുണ്ടെന്നാണ് അവിടെ ചോദിച്ചത്. വാഴയ്ക്ക് 5 മാസം പ്രായമുണ്ട് സാർ. ഓ, അയാൾ ബുദ്ധിപൂർവ്വം എൻ്റെ സംശയത്തിൻ്റെ മുനയൊടിച്ച് കളഞ്ഞു. ശരി, അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രമ്യയുടെ മാതാപിതാക്കൾ വന്ന് നിൽക്കുന്നത്. അവരോട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അവരെ രണ്ടുപേരെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. ജീപ്പ് കയറി ഇരിക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ പോയി. രമ്യയുടെ മാതാവിനോട് ചോദിച്ചതിൽ അവർ പറഞ്ഞു, സാർ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി.
അന്ന് മുതൽ മകള് അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ അവർ പിണക്കമൊന്നുമില്ല, അവർ നല്ലോണം നോക്കുന്നുണ്ട്. മകൾക്കും ഇഷ്ടമാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. മരുമകൻ വർഷത്തിലൊരിക്കൽ വരും ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു സംശയം, അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഭജനം ഇരിക്കാനായിട്ട് പോയിട്ടുണ്ടോ എന്നാണ് എനിക്കൊരു സംശയം. ശരി, അവരെ വഴി രേഖപ്പെടുത്തിയിട്ട് അവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. അവൾ അച്ഛനെ വിളിപ്പിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ ദാമോദരൻ വന്നൊരു സല്യൂട്ട് ചെയ്തപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി ഇയാളൊരു പട്ടാളക്കാരനായിരിക്കുമെന്ന്. പട്ടാളത്തിലാണ്. ആയിരുന്നു സാർ. ഞാൻ റിട്ടയർ ചെയ്തിട്ട് വന്നതിന് ശേഷം ഇവിടെ ചവറയിലെ KMML സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. മകളുടെ തിരോധാനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സാർ, മകൾ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു പരാതി അവരെക്കുറിച്ചൊന്നും ഇല്ലായിരുന്നു. വഴക്കോ പിണക്കോ ഒന്നും ഇല്ലെന്നാണ് പറയാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ അവർ മന്ത്രവാദികളെയൊക്കെ കൊണ്ടുവന്ന്, വലിയ സിദ്ധന്മാരെ കൊണ്ടുവന്ന് മന്ത്രവാദം നടത്തും. അവരെന്നോട് കഠിന വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറയും, പുലർച്ചയച്ച് കുളിക്കണമെന്നും അതും ഇതൊക്കെ പറയും. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. അവരുടെ ആഗ്രഹമല്ലേ മോളെ, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന്, ആ പാരമ്പര്യം നിലനിർത്താനായിട്ട്. അത് നമ്മൾ സ്വപ്പം അതിന് സഹിച്ചു കൊടുക്കണം. നമുക്ക് വേണ്ടിയും കൂടെ ആണല്ലോ. മോള് സമാധാനമായിട്ടിരിക്കുന്നത്. അവളെ ആശ്വസിപ്പിച്ചാണ് ഞാൻ പറഞ്ഞയച്ചത്. വേറെ സംശയമൊന്നും നമുക്കില്ല സാർ. ശരി, സ്വാമിയുടെ അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞയച്ചു. ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ. എന്തായാലും അന്നത്തെ ദിവസം പോയി. എവിടെ വഴി എന്തൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ വാസുദേവൻപിള്ളയുടെ വീട്ടിലെത്തി. അകലെ പുറത്ത് നിന്ന് തന്നെ വിളിച്ചു. വാസുദേവൻപിള്ള അടുത്ത് വന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്താ സാർ? അത് നിങ്ങളെ വീട്ടിൽ പൂജയും മന്ത്രങ്ങളൊക്കെ നടത്താറുണ്ടോ? വലിയ കർമ്മങ്ങളൊക്കെ ഇവിടെ വരാറുണ്ടെന്ന്, കർമ്മം ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു. സാർ, അത് ഈ അടുത്ത കാലത്താണ് 2 നല്ല മന്ത്രതന്ത്ര വിദ്യകളൊക്കെ അറിയാവുന്ന 2 പേര് ഇവിടെ വന്ന് ഒരു കർമ്മം നടത്തി, ഒരു വലിയ പൂജ നടത്തി. അത് എത്ര നാളായി? പറഞ്ഞു വന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു, സാർ അത് 1 മാസത്തിൽ കൂടുതലായി. ഓ, അപ്പോൾ പൂജാരിമാർ വരാറുണ്ട്, 1 മാസത്തിന് മുമ്പ് കർമ്മം നടത്തിയിട്ട് പോയിട്ടുമുണ്ട് അല്ലേ? ശരി. ജീപ്പിൽ കയറാൻ പറഞ്ഞു. ജീപ്പിൽ കയറാൻ ഡ്രൈവറോട് പറഞ്ഞു, ഇയാളെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയാലേ, ഞാനങ്ങ് കൊണ്ടിട്ട് അവിടെ ആക്കിയിട്ടിങ്ങി വരാൻ പറഞ്ഞു. ഞാൻ മെല്ലെ വീട്ടിനകത്തേക്ക് അകത്തോട്ട് ചെന്ന് ഇയാളുടെ ഭാര്യ, വാസുദേവൻപിള്ളയുടെ ഭാര്യ പാസുരാംഗയൊക്കെ കണ്ടു. പാസുരാംഗ എന്ന് പറഞ്ഞാൽ അത്ര ആരോഗ്യമൊന്നുമുള്ള സ്ത്രീയല്ല, രാസ്മയൊക്കെ കുറിച്ച് അവർ ഒരു ക്ഷീണിച്ച് അവശയായ ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കോവിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട് സാർ. ഈ പൂജയും കർമ്മങ്ങളൊക്കെ നടത്താറുണ്ടോ? ഉണ്ട് സാർ. ഇവിടെ മകളുടെ സന്തതി പരമ്പര ഉണ്ടാകാനായിട്ട് ഒരു വലിയ പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എത്ര നാളായി? അത് രമ്യ കാണാതാവുന്നതിന് ഒരു 2-3-4 ദിവസം മുമ്പാണ്, 3-4 ദിവസം മുമ്പാണ്. ഓ, അത് ശരി. ആരാ പൂജ നടത്തിയത്? അത് ഓച്ചറയുള്ള 2 പേരാണെന്നാണ് പറഞ്ഞത്. എനിക്കതൊന്നും അറിയില്ല. ഞാനവിടെ പൂജ കാണാൻ ചെന്നെടുത്തിട്ട് ഞാൻ വന്ന് നടന്ന് ഉറങ്ങും. ഞാനിതിൽ എനിക്കത് അതിന് മറ്റു കൂടുതൽ അറിയില്ല സാർ. ശരി. ജീപ്പ് വന്ന ഉടനെ തിരിച്ച് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തി ഭാസ്കരൻ പിള്ളേ ഒരു വരട്ടി. താനെന്താ മന്ത്രവാദവും കർമ്മങ്ങളൊക്കെ ചെയ്ത് ആളുകളെ കൊന്ന് കൊഴിച്ചു മൂടിയിട്ടൊക്കെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. തന്നെ ശരിയാക്കിക്കളെ. മര്യാദയ്ക്ക് എല്ലാം നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ പറഞ്ഞോളൂ. മന്ത്രവാദം നടന്നിട്ട് ഒരാഴ്ച ഇയാൾ 1 മാസമായെന്ന് പറഞ്ഞല്ലേ? എന്തിനാടോ കള്ളം പറയുന്നു? സത്യം പറയാമോ? പറയാം സാർ. അയാളെല്ലാം തുറന്ന് പറഞ്ഞു. സാർ, പലരും പറഞ്ഞു കേട്ട അനുസരിച്ചാണ് ഓച്ചിറയിലുള്ള 2 സിദ്ധന്മാരെക്കുറിച്ച് ഞാൻ കേട്ടത്. അവരെ കാണാനായിട്ട് ഞാൻ ഓച്ചിറയിലെത്തി. അവിടെ ഒരു ചെറിയൊരു പൂജയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഒരു ചൊവ്വയും വെള്ളിയാണ് അവിടെ മെയിൻ പൂജ നടത്തുന്നത്. ഞാൻ ആ സിദ്ധനെ കണ്ട് സംസാരിച്ചു. കാര്യം പറഞ്ഞപ്പോൾ അതിനെന്താ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരാം, നോക്കട്ടെ. അങ്ങനെ അവർ താമസിയാതെ അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അവരെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു,
ഞങ്ങൾ എന്തായാലും അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും പോയി. ഒരാഴ്ച കഴിഞ്ഞ് അറിഞ്ഞ് അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ഒരു യക്ഷിയുടെ ആവാസമുണ്ട്, അത് നമുക്ക് ഒഴിപ്പിക്കണം, എങ്കിലേ സന്തതി പരമ്പരകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കുറ്റിയറ്റുപോകും, നാശമാണ്. അതിനെന്താ പരിഹാരമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 3 ദിവസത്തെ ഒരു കഠിനമായ ഒരു പൂജ നടത്തണം, അതിനിത്തിരി പണമൊക്കെ ചിലവാകും, കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെ ചെയ്യേണ്ട കർമ്മമാണ്, എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം സാർ. അങ്ങനെ അവർ കുറിപ്പടിയൊക്കെ തന്നു, ഞാൻ വാങ്ങി വെച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരുമായിട്ട് 3 ദിവസത്തെ പൂജയ്ക്ക് കണക്കാക്കി വരികയും ചെയ്തു. ആദ്യത്തെ ദിവസത്തെ പൂജ ഒരു സന്ധ്യയ്ക്ക് തുടങ്ങി, നേരം വെളുക്കുന്നവരെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. രമ്യയെ പൂജയായിട്ട് സഹകരിച്ചു അവിടെ ഇരിക്കുകയായിരുന്നു. അന്ന് സിദ്ധന്മാരവിടെ കിടന്നുറങ്ങി. രണ്ടാമത്തെ ദിവസത്തെ സന്ധ്യയ്ക്ക് പൂജയ്ക്ക് തുടങ്ങാമെന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് വരാൻ താല്പര്യമില്ല. എനിക്കതിലൊന്നും വന്നിരിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ അവൾ തിരക്കി. അപ്പോൾ സിദ്ധന്മാർ പറഞ്ഞ കഥ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ യക്ഷിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, വരുത്തില്ല, വന്നാൽ ഓടിപ്പോകേണ്ടി വരുമെന്ന് അറിയാം, അതുകൊണ്ടാണ് യക്ഷിയുടെ പ്രവർത്തനമാണ് തുടങ്ങിയിട്ടുള്ളത്, നമുക്ക് പിടിക്കാം, കുഴപ്പമില്ല. അവർ രണ്ടുപേരും ചെന്ന് രമ്യയെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് നല്ല സുബോധത്തിലല്ല എന്ന് മനസ്സിലായി. എന്തോ കുഴഞ്ഞ പോലെ അവിടെ അതിനകത്ത് കിടക്കുകയാണ്. പൂജാകർമ്മങ്ങളൊക്കെ ആരംഭിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ പൂക്കൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു, ഇതൊന്ന് മണപ്പിച്ചിട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്രകാരം ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. സിദ്ധന്മാർ പൂജ നടത്തിക്കൊണ്ടിരുന്നു. ഒരു 2 മണി 3 മണി ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ നോക്കുമ്പോൾ കണ്ടത് പരിപൂർണ്ണ നഗ്നയായിട്ട് കിടക്കുന്ന രമ്യയും മദ്യത്തിൻ്റെ ലഹരിയിൽ മറിഞ്ഞ് നടക്കുന്ന പൂജാരിമാരെയാണ്. പെട്ടെന്ന് ഞാൻ എണീറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെയും കൂടെ അപകടപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ കിടന്നു. നോക്കുമ്പോൾ അവർ രണ്ടും കൂടെ സംസാരിച്ചിട്ട് ഒരു കുപ്പി കൊണ്ടുവന്ന് എന്തോന്നോ ഒരു ദ്രാവകം രമ്യയുടെ വായിക്കകത്ത് ഒഴിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ആ ഒരു കുപ്പി ആ മൂലയിലോട്ട് എറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കർമ്മങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യും പോലെയൊക്കെ കാണിച്ചു. ഞാൻ മിണ്ടാതെ കിടന്നു. നേരെ പുലർന്നപ്പോഴാണ് അവർ പറഞ്ഞത്, യക്ഷി ഏതാണ്ട് ഒഴിഞ്ഞു പോയി, ഈ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും വീണ്ടെടുക്കാൻ തുടങ്ങി, ഇനി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും, സന്തതി പരമ്പരകൾ തീർച്ചയായും ഉണ്ടാവും. ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ കുടുംബത്തിലെ എല്ലാവരെയും കൊണ്ടുപോകാനാണ് യക്ഷി ശ്രമിച്ചത്. പക്ഷേ അത് ഞങ്ങളുടെ കഠിനമായ ആ കടുംപിടുത്തം മൂലം ഒരു വിധത്തിൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ രമ്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഒഴിഞ്ഞു പോയെങ്കിലും ചിലപ്പം ജീവൻ ചിലപ്പോൾ തിരിച്ച് തന്നിട്ടാവും പോകുന്നത്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു വലിയ കുഴിയെടുക്കണം, ഈ പൂജാദ്രവ്യങ്ങളെല്ലാം ഇട്ട് മൂടണം, അത് ജോലിക്കാരൻ വരുമ്പോൾ ഒരു കുഴിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലപ്പനോട് പറഞ്ഞാണ് ഞാൻ വലിയൊരു കുഴിയെടുപ്പിച്ചു. അത് കഴിഞ്ഞ് അത് ഇവർ അന്ന് രാത്രി 3-ാം ദിവസം രാത്രി വീണ്ടും അന്നൊരു ഉണർന്നില്ല, രമ്യ മരിച്ചു പോയി കാണും എന്നെൻ്റെ മനസ്സിൽ തോന്നലുണ്ടായിരുന്നു. 3-ാം ദിവസം രാത്രിയും കർമ്മങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ മയങ്ങാൻ വേണ്ടി വീണ്ടും അവരെന്ന് പൂക്കൾ കൊണ്ടുവന്ന് മണപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പൂജ നടത്തിക്കൊണ്ടിരുന്നവർ അത് അടുത്തിരുന്ന് രണ്ടുപേരും കൂടെ എന്തൊക്കെ ചെയ്യുന്ന കണ്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റിട്ട് എന്നെയും വിളിച്ചുണർത്തി, നമുക്ക് ഡെഡ് ബോഡി ആ കുഴിയിലിട്ട് ബന്ധനം ചെയ്യണം യക്ഷിയെ. അവർ രണ്ടാളും കൂടെ തന്നെ രമ്യയുടെ മൃതദേഹം പൊക്കിയെടുത്തു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാര്യം അതിൽ നിന്ന് തല വേർപെടുത്തിയിരുന്നു. തല അറുത്ത് മാറ്റിയായിട്ടാണ് അവർ കർമ്മങ്ങൾ നടത്തിയത്. എങ്കിലും അവർ തന്നെ അതെല്ലാം എടുത്തു, പ്രത്യേകം തലയും ഉടലും എല്ലാം പ്രത്യേകം എടുത്ത് കൊണ്ട് കുഴിയിലിട്ട് എല്ലാ സാധനങ്ങളും അവിടെ അതിനകത്ത് കൊണ്ടിട്ടിട്ട് അവിടെ ഒരു പൂജ കർമ്മങ്ങളൊക്കെ നടത്തി മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു വന്ന് ഭയപ്പെടുത്തി. ഇത് പുറത്താരെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പം അവൾ എന്നെ രക്ഷി എന്നെ തിരിച്ചു വന്ന് ആ കുടുംബത്തിന് നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയും. അതുകൊണ്ട് ഇതാരും അറിയരുത്. അവളെവിടെ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി, മരുമകൾ എവിടെ സ്ഥലം വിട്ട് പോയി.
ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, നിങ്ങളുടെ സംരക്ഷണമെല്ലാം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് അവരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറഞ്ഞ എമൗണ്ടും വാങ്ങി അവർ പോവുകയും ചെയ്തു. മരുമകളെ കൊലപ്പെടുത്തുന്നത് കണ്ടിട്ടും പറയാൻ തനിക്ക് തോന്നിയില്ല അല്ലേ സാർ? ഭയപ്പെട്ടിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അവർ ഭയങ്കര സിദ്ധിയുള്ള മന്ത്രവാദികളാണ്. പുറത്ത് പറഞ്ഞ അല്ലെങ്കിൽ പോലീസൊന്നും അറിയില്ല എന്ന് അവർ തന്നെ വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. പോലീസിൽ ചെന്ന് പരാതി പറഞ്ഞതും അവർ തന്നെയാണ്. ശരി, ഇതെവിടെയാണ് ഈ ദിവ്യന്മാർ താമസിക്കുന്നത്? അത് ഓച്ചിറയ്ക്ക് അടുത്താണ് സാർ. ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ചെറിയ പൂജ മണ്ഡപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പേരെന്താ? ഒന്ന് ഒരു ശ്രീരാമചന്ദ്രൻ, മറ്റതൊരു രാമൻ. അത് സഹായിയായിട്ട് നിൽക്കുന്ന ആളാണ്. മൊഴിയെല്ലാം അയാൾ പറഞ്ഞതെല്ലാം മൊഴിയെല്ലാം രേഖപ്പെടുത്തി എടുത്തിട്ട് DYSP എടുത്ത് വിവരം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ഇന്ന് തന്നെ അവന്മാരെ പൊക്കാനുള്ള ഏർപ്പാട് ചെയ്യണം, അതിനാവശ്യമുള്ള പോലീസുകാരെ ഞാനിവിടെ നിർത്തിയേക്കാം, നിങ്ങൾ വന്നാൽ മതി. DYSP പറഞ്ഞതനുസരിച്ച് രാത്രി 10 മണിയോടെ ഞങ്ങൾ കരുനാപ്പള്ളിയിൽ നിർത്തിയിരുന്ന പോലീസുകാരെയും കൂട്ടി ഓച്ചിറയെത്തുമ്പം നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ ഒരു 4-5 ഗുണ്ടകളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഇത്രയും പോലീസുകാർ ചെല്ലുമെന്ന് അവന്മാർ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ കണ്ടപാടെ അവരെല്ലാം 4 വാക്ക് പോയി. അതിനുള്ളിൽ മദ്യത്തിൻ്റെ ലഹരിയിലേക്ക് കിടന്ന 2 ദിവ്യന്മാരെയും പിടിച്ചു, ഒക്കെ എടുത്ത് നേരെ കൊണ്ട് ശൂരനാട് വന്നു. ശൂരനാടെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ. സാർ ഈ വാസുപിള്ള പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയാൽ കർമ്മങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ് ചെയ്തത്. ഇതിനിടയിൽ 2ാമത്തെ ദിവസം ഞങ്ങൾ മദ്യലഹരിയിലായിരിക്കുമ്പോൾ ദിവ്യയെ ഞങ്ങളത് പ്രാപിക്കാൻ ശ്രമം നടത്തി. പക്ഷെ അവളൊരു വിധത്തിലും വഴങ്ങിയില്ല. ഞങ്ങളവളെ ബോധം കെടുത്തിയിട്ട് തന്നെ അവളെ പ്രാപിച്ചു, റേപ്പ് ചെയ്ത് 2 പേര്. പക്ഷെ അവളെ നമുക്ക് വിശ്വാസമില്ലായിരുന്നു, അവൾ പുറത്ത് പറയുമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ കൊല്ലാനെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ കരുതിയിരുന്ന വിഷം അവൾക്ക് കൊടുത്തു. വിഷം കഴിച്ച് അവിടെ മരണപ്പെട്ടു. അത് കഴിഞ്ഞാണ് ഞങ്ങളത് തല അറുത്ത് മാറ്റിയത്. അത് ഞങ്ങൾ പഠിച്ച പാഠം അങ്ങനെയാണ്. ഈ യക്ഷി ഒഴിഞ്ഞുപോയ ശരീരത്തിൽ തല 2ആക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും അത് കടന്നു വരുമെന്നും വലിയ ദോഷം ചെയ്യുന്നു. അപ്രകാരം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ തല പ്രത്യേകം അറുത്ത് മാറ്റിയത്. ആ കത്തി എവിടെയുണ്ട്? അത് ഞങ്ങൾ ആ കുഴിയിലിട്ട് മൂടിയിട്ടുണ്ട് സാർ. വിഷത്തിൻ്റെ കുപ്പിയും അത് ഞങ്ങൾ ആ വീട്ടിനകത്ത് ആ മൂലയിൽ ആ ജനലിനടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ മൊഴിയും 2 പേരെയും മൊഴികൾ രേഖപ്പെടുത്തി DYSP എടുത്ത് വിവരം പറഞ്ഞു. സാർ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അപ്പോൾ RDOയ്ക്ക് ലെറ്റർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ RDOയ്ക്ക് ലെറ്റർ കൊടുത്തു. RDO വരാൻ സംഭവിച്ച് പോലീസൊക്കെ എല്ലാ ബന്ധുസോടുകൂടി അടുത്ത ദിവസം രാവിലെ തന്നെ കുഴിച്ച് ഡെഡ് ബോഡി തിരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. കണ്ടമാനം ആൾ വന്ന് കൂടി. എല്ലാവരെയും നിയന്ത്രിക്കാൻ തക്കവണ്ണം പോലീസ് ഉണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ചെയ്തു. ആ കുഴിയിൽ നിന്ന് തലയേറ്റ് മാറിയ രമ്യയുടെ മൃതദേഹം കണ്ടെത്തി. അതെടുത്ത് മുകളിൽ കിടത്തി. അസഹ്യമായ ദുർഗന്ധം വമിച്ചു തുടങ്ങി. 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു ഷീറ്റ് വിരിച്ച് അതിൽ കിടത്തിയിട്ട് തല പ്രത്യേകം എടുത്ത് മണ്ണ് കുഴിച്ചെടുത്തപ്പോൾ തന്നെ അതിനകത്തുനിന്നൊരു കത്തി കിട്ടി. അത് ഈ ഇവന്മാർ തന്നെ ചെന്ന് ആ കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കത്തിയിട്ടാണ് കഴുത്ത് മുറിച്ചത്. അത് 27 റിക്കവറി മഹസർ പ്രകാരം പ്രത്യേകം മഹസറിൽ വെച്ച് ബന്ധോസിലെടുത്തു. ഫോറൻസിക് ആരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഈ വസ്ത്രങ്ങളെല്ലാം പ്രത്യേകം എടുത്തു. ഇവരുടെ 2 പേരുടെയും അണ്ടർ ഗാർമെൻസും കൂടെ അതിനകത്തുണ്ടായിരുന്നു. അത് അശുദ്ധമായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചാണെന്ന്. അപ്പോൾ അതും രമ്യയുടെ ആ വസ്ത്രങ്ങളും എല്ലാം എടുത്തു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഡോക്ടർക്ക് വാജിനയുടെ ആ ഭാഗങ്ങളൊക്കെ റേപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള ടെസ്റ്റിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണമെന്നും പറഞ്ഞാണ് റിക്വസ്റ്റ്. എന്തായാലും പുറത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു, ദുർഗന്ധമായത്. അങ്ങനെ ഡോക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്ത് ഡോക്ടർ സ്ഥലത്തെത്തി. അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയൊക്കെ നടത്തി. എല്ലാം കഴിഞ്ഞ് ആവശ്യമായ തെളിവുകളൊക്കെ ശേഖരിച്ചു. 2-3 പേരെയും റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണം നടത്തി വരവെയാണ് ഞങ്ങൾക്കൊരു സംശയം. ഇനി ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊല ചെയ്തിട്ട് ഇവർ കേസിൽ നിന്ന് ഊരിപ്പോകുമെന്നൊരു സംശയം വന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ്
ഈ വാസുദേവൻ പിള്ളയെ മാപ്പ് സാക്ഷിയാക്കാൻ തീരുമാനിച്ചു. എല്ലാം കണ്ട ആളാണ്. അങ്ങനെ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് അയാളെ 64 സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് അയാളെ മാപ്പ് സാക്ഷിയാക്കി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണങ്ങളൊക്കെ പൂർത്തിയാക്കി ചാർജും ഹാജരാക്കി. 10-18 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ ദിവ്യന്മാർ ജാമ്യത്തിൽ ഇറങ്ങിക്കാണും, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കാണും. പുതിയ പുതിയ ഇരകളെ തേടി അവർ അലയുന്നുണ്ടാവുന്നു. അവരുടെ വലയിൽ വീണ്ടും വീണ്ടും പുതിയ ഇരകൾ വീഴുന്നുകൊണ്ടിരിക്കും. കാലമേറെ പുരോഗമിച്ചിട്ടും ഇന്നും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എത്ര ജീവനുകളാണ് പോലെയിരുന്നത്. അവരുടെ വാക്കുകളിൽ എത്ര പേരാണ് മയങ്ങി വീഴുന്നത്. ആ പ്രതിഭാസം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.